വ്യാജ സർട്ടിഫിക്കറ്റിൽ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത അഭിഭാഷകന്റെ എൻറോൾമെന്റ് ബാർ കൗൺസിൽ റദ്ദാക്കി. വഞ്ചിയൂർ സ്വദേശി മനു രാജിനെതിരെയാണ് നടപടിയുണ്ടായത്. ബീഹാർ മഗധ് സർവകലാശാലയുടെ പേരിലായിരുന്നു വ്യാജ LLB സർട്ടിഫിക്കറ്റ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നു. ജിജീഷ്, എന്തായാലും ബാർ കൗൺസിൽ നടപടി ഒടുവിൽ ഈ വ്യാജ സർട്ടിഫിക്കറ്റിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കെതിരെ ഉണ്ടായിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, മാറനല്ലൂർ സ്വദേശിയായ സച്ചിൻ എന്നയാളായിരുന്നു ആദ്യം പരാതി നൽകിയത്. സച്ചിന്റെ പരാതിയെ തുടർന്നാണ് ആദ്യം തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിലും ഒപ്പം തന്നെ എറണാകുളം സെൻട്രൽ പോലീസിലും പരാതികൾ നൽകി. കാരണം ഹൈക്കോടതിയിലായിരുന്നു ഇയാൾ മനു രാജ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. തുടർച്ചയായി 2013 മുതൽ തന്നെ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. എന്നാൽ തന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് മനു രാജിനെ സമീപിച്ചപ്പോൾ ഇയാളുടെ ചില ഇടപാടുകളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് വിശദമായി അന്വേഷിക്കുകയായിരുന്നു. തുടർന്നാണ് വ്യാജ സർട്ടിഫിക്കറ്റിലാണ് മനു രാജ് കാലങ്ങളായി കുറെ വർഷങ്ങളായി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് നടത്തുന്നത് എന്ന് വ്യക്തമായി. തുടർന്ന് ബാർ കൗൺസിലിന് പരാതി നൽകി, പോലീസിലും പരാതി നൽകി. വലിയ വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ അനുസരിച്ച് കേസുകൾ എടുത്തിരുന്നു എങ്കിൽ പോലും ഇയാൾക്കെതിരെ തുടർ നടപടികളോ അറസ്റ്റോ ഉണ്ടായിരുന്നില്ല. വഞ്ചനാക്കുറ്റം ഉൾപ്പെടെ ചുമത്തിയായിരുന്നു നടപടി. ഇതിനിടെ ബാർ കൗൺസിൽ ഈ വിഷയം കഴിഞ്ഞ തവണ ചർച്ച ചെയ്തു. ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ വീണ്ടും ഇന്ന് ചേർന്ന ബാർ കൗൺസിൽ യോഗം കർശനമായ നടപടിയിലേക്ക് കടക്കാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് മനു രാജിന്റെ എൻറോൾമെന്റ് റദ്ദാക്കാൻ തീരുമാനമെടുത്തത്. ഇനി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് അന്തിമമായ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഖ്യാപിക്കേണ്ടത്. ഏറെ കാളുകളായി ഇതുമായി ബന്ധപ്പെട്ട് 56ഓളം കേസുകൾ മനു രാജ് ഹൈക്കോടതിയിൽ തന്റെ പേരിൽ വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. കേസുകളിൽ ഇടപെടുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മഗധ് സർവകലാശാല, ബീഹാറിലെ മഗധ് സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റാണ് ഉപയോഗപ്പെടുത്തിയത്. തങ്ങൾ നൽകിയ സർട്ടിഫിക്കറ്റ് അല്ല ഇത് എന്ന കാര്യം ബാർ കൗൺസിലിനെയും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിരക്കിക്കൊണ്ട് കത്തയച്ചിട്ടുള്ള സച്ചിനെയും അവർ അറിയിച്ചത് ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് തന്നെയായിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻറോൾമെന്റ് റദ്ദാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്.